നമ്മൾ അങ്ങനെ ഇങ്ങനെ തളരൊന്നുമില്ല. നിങ്ങൾ സ്റ്റൈൽ ഇറക്കി കഴിഞ്ഞാ നമുക്ക് കൊണ്ടൊരാള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആള്. ആരെണ്ണാ? രാജാവിന്റെ മകൻ. മോഹൻലാലല്ല, ലാലേട്ടന്റെ മകൻ. അപ്പൊ രാജാവിന്റെ മകന്റെ മകൻ. അതെ, പ്രണവ് മോഹൻലാൽ. സിമ്പിൾ എന്ന് പറഞ്ഞ വളരെ സിമ്പിളായ പയ്യൻ. ഇത് എന്നെ സിമ്പിൾ, ഇത് എതുവും സിമ്പിൾ അല്ല അണ്ണേ. മാമാവ കൂപ്പിടണ്ണേ. ഓ ഓ താഗരാജൻ. ആരെ? തങ്കരാജനാ? ത്യാഗരാജന. ത്യാഗരാജ. ഏ മാമ, മാമായ് ത്യാഗരാജ മാമായ്. ஜி கிருஷ்ணமூர்த்தி வணக்கங்க. ரொம்ப கேள்விப்பட்டிருக்கேன். विष्णु नटराज विष्णु मगर 1 लाख के लिए नहीं 5 लाख के लिए प्रोसिक्यूशन को गलती हो गया. എപ്പിടാ മാസ്സാ? ഇതാ മാസ്. ഇതൊക്കെ എന്തോന്നാ മാസ്? ഇതൊന്നും അല്ല മാസ്. നിങ്ങളൊരു ഗുണ്ട ഇറക്കിയപ്പോ നമ്മൾ അങ്ങ് പേടിക്കുമെന്ന് വിചാരിച്ചാ? കരാട്ടെ, കുമ്പു, കളരിപ്പയറ്റ്, ഇനി വേറെ എന്തെങ്കിലും കയ്യും കാലും വെച്ചുള്ള പരിപാടി ഉണ്ടെങ്കിൽ അതെല്ലാം അരച്ച് കലക്കി കുടിച്ച നമ്മളൊരാളുണ്ട്. വിളിക്കട്ടാ ബാബു ആന്റണി. ഞാനുള്ളപ്പോൾ ഈ പൂരപ്പറമ്പിൽ അടിയുണ്ടാക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി. ഉത്സവം ഗംഭീരമായി നടക്കട്ടെ. പോണത് കൊള്ളാം. അജിബി തലകെട്ടല്ലേ. என்ன என்ன ஸ்டண்ட் மாஸ்டரை கொண்டு வந்தா என்ன பயப்படுவன்னு நினைச்சியா? ஏன் முறை மாமே? ஏது மாமே? போலீஸ்ல இருக்காங்க. அண்ணா சொல்லுங்க அண்ணா. விஜய் சேதுபதி. புலி புலி இந்த பொண்ணு. ஆனா அவனை கடைசியில் என்கவுண்டர்ல போட்டு தள்ளுறது யாரு? போலீஸ் தானே. போலீஸ் தான் ஹீரோ, போலீஸ் தான் கெத்து. என்ன അമ്പേണ്ണ അവര് പോലീസിന് ഇറക്കി, നമ്മൾ എന്തോ ചെയ്യും? നമുക്കെന്താ കള്ളന്മാരെ ഇറക്കടാ. ഒരു കള്ളനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നിങ്ങളല്ലേ പെരിയ കള്ളായി. എടാ അങ്ങനെയല്ല, അവര് പോലീസിനെ ഇറക്കിയെങ്കിൽ നമ്മള് അതുക്ക് മേലുള്ള ആളെ ഇറക്കും. ആരുടെ മേലെ? CID മൂസ. മൂലംകുഴിയിൽ സഹദേവനാ. പിന്നല്ലാതെ மூலங்குழியில் சந்தேகம். அன்னைக்கு நீங்க என்கிட்ட என்ன கேட்ட? உன்னால் சிஎம் காப்பாற்ற முடியுமா? முடியும். ஏன் தெரியுமா? ஐ அம் மூசா, CID மூசா. ഒരു സത്യം അറിയോ? ഞാനൊരു വലിയ സംഭവം. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലേ? ഡയലോഗ് പറഞ്ഞ കണ്ടാ. என்ன டைலாக்? என்ன டைலாக்? இதெல்லாம் ஒரு டைலாகா? இதெல்லாம் ஒரு டைலாகா? என்ன வேற யாராவது இருக்காங்களா இவ்ளோ டைலாக் சொல்றதுக்கு? டைலாக் അണ്ണാ പറഞ്ഞ ഡയലോഗ് കേട്ടാ? എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഡയലോഗ് പറയാനാണെങ്കിൽ നമുക്ക് ആളുണ്ട്. யாரு? മലയാള സിനിമയിൽ ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ എഴുതി മലയാള സിനിമയെ കോരിത്തരിപ്പിച്ച തിരക്കഥയുടെ കിങ്, സ്ക്രിപ്റ്റുകളുടെ കമ്മീഷണർ രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ജോസ്. പിന്നെ ആര് പറഞ്ഞത്? രഞ്ജി പണിക്കർ. ചോടും പകുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. നേരത്തെല്ലാം വീര്യം കണ്ടത്
മുക്കിയ വമ്പന്മാരിൽ മുമ്പേയുള്ളിവൻ ആരാണ്? കാല് കുത്തിയൊരേതു മണ്ണും കൈവണങ്ങിയതാണെന്നും ചീറ്റിയെത്തിയ കാട്ടുപോത്തും തോറ്റുമാറിയതയ്യാ. അയ്യോ ഹലോ ബോംബെ ബോംബെ അല്ലേ കേരള കാര്യം പറഞ്ഞാ അല്ല ബോംബെ ബോംബ് ബോംബ കുടത്തിനകത്ത് അറിയാല വേട്ട ബോംബ് This is my entertainment. അയ്യോ അയ്യോ ആരും പേടിക്കണ്ട. നമ്മളെ രക്ഷിക്കാനേ നമ്മളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറ് ദാ വരുന്നു. ആ ബോംബ് പൊട്ടില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. കേരളത്തിൽ ഇതിനു മുമ്പ് പലരും പല ബോംബുകൾ ഇട്ടില്ലേ? അതൊക്കെ വെറും നുണ ബോംബുകളായിരുന്നില്ലേ? ആ ബോംബുകളൊക്കെ ഞാൻ നിർവീര്യമാക്കില്ലേ കേരളത്തിന്റെ രക്ഷകനായിട്ട്. ഇനി എന്നും ഞാനുണ്ടാകും. ഇനി ഇമാതിരി തക്കിട തരികട പരിപാടിയിട്ട് വന്നാ നിന്റെ കാര്യം ഓടിക്കോ. നീ ഓട് ഓട് പോ. സാറേ സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രി സാറ് അന്ന് പ്രസ് മീറ്റില്ലേ ഒരു ആക്ഷൻ കാണിച്ചില്ലായിരുന്നു? ആ ആക്ഷൻ നമ്മുടെ ഉത്സവത്തിന് വന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന് കാണിക്കൂ സാർ പ്ലീസ്. പിന്നെന്താ തരാലോ? അതെ എന്താ ആ ബോംബെ തമിഴ്നാട്ടിലെ ബോംബാണെന്ന് ആൾക്കാര് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബോംബ് സാറങ്ങനെ നിർവീര്യമാക്കി. എനിക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങ് തമിഴ്നാട്ടിലുണ്ടെന്നേ. எனக்கு நம்ப முடியல. விஜய் சார் இங்க வந்திருக்காங்களா? விஜய் சார் இங்க வந்திருக்காங்களா? ഞാൻ ഇതുവരെ വിജയനെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് കാണിച്ചു തരൂ. நான் கூப்பிடுறேன். தமிழ்நாட்டின் முதல்வர் திரு ஜோசப் விஜய் அவர்களே வருக வருக. என் நெஞ்சில் குடியிருக்கும் എന്തായാലും ഒരു കാര്യമുണ്ട്. രണ്ട് മുഖ്യന്മാരും വന്നതുകൊണ്ട് നമ്മുടെ ഉത്സവം ഗംഭീരമായി. ഇനി നമ്മൾ കാണേണ്ട എന്താണ്? നമ്മൾ സെറ്റ് ചെയ്ത ഘോഷയാത്ര, അതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. റെഡിയല്ലേ? കാണാൻ വേണ്ടി റെഡിയല്ലേ? ഘോഷയാത്ര അനൗൺസ്മെന്റ് ചെയ്യണോ? ഭക്തജനങ്ങളെ, നമ്മുടെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ഇതാ ക്ഷേത്ര മൈതാനത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 1863 ജനുവരി 12 കൊൽക്കത്ത കൗർ മോഹർ മുഖർജി സ്ട്രീറ്റിൽ വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി പിറന്ന നരേന്ദ്രനാഥ് ദത്ത എന്ന നരേന്ദ്രൻ സൈദ്ധാന്തിക ദാർശനിക വീക്ഷണകോണുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദ
മഹിമയാളും ഭരതപുരി തരും തുടരും അതിദ്രുത കനിവു കാക്കും ശാന്തിയാത്ര തുടരും ഈ യാത്ര. അടുത്തതായി വരുന്ന പ്ലോട്ട് BR അംബേദ്കർ. ರಾಷ್ಟ್ರ ಸಂವಿಧಾನಕ್ಕೆ ನೀನೆ ಗರಿಸಿಕೊಟ್ಟೆ ಸಮಾನತೆ ಲೇಖನಿಯ ಬರಹ ದೇಶ ಗರ್ಜನೆ ಒಂದು ಮಾತು ಕೂಡ ಭೀಮ ಗರ್ಜನೆ. Reading this paragraph in the light of the cabinet missions statement, or reading it even in the light of the Congress, this Varga said, I like a strong, united center. डॉक्टर बाबासाहेब आंबेडकरांचा डॉक्टर बाबासाहेब आंबेडकरांचा. എങ്ങനെയുണ്ട് ഘോഷയാത്ര? ഘോഷയാത്ര എങ്ങനെയുണ്ട്? പിന്നെ ഈ ഘോഷയാത്രക്ക് ഒരു അടിച്ചുപൊളി പാട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. എന്നാ പാട്ടിട്ടാ ആഘോഷം